ഇപ്പോൾ ഈ ആന്തരിക ലോകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ ആന്തരിക ലോകത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അതുകൊണ്ട് ചാരായം കുടിച്ച് ചാരായം ശരീരത്തെ തകർക്കുമ്പോൾ ഓടി ചികിത്സകരുടെ പക്കലേക്ക് എത്തുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലയളവുകളിലൂടെ മദ്യം കഴിച്ചും വറുത്തതും മൊരിച്ചതും മാഗി നൂഡിൽസ് കഴിച്ചവർക്ക് ക്യാൻസർ പിടിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? മാഗി നൂഡിൽസ് കഴിച്ചവർക്ക് ക്യാൻസർ പിടിക്കാതെ നിവൃത്തിയില്ല. അല്ല എങ്കിൽ അവർ ക്യാൻസറിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകളുടെ ആഹാരത്തിലേക്ക് വന്ന് ആന്റി ഓക്സിഡൻസ് ഉള്ള ആഹാരം കൊണ്ട് ശരീരത്തിൽ ആന്റി ഓക്സിഡേഷൻ നടത്തി ശരീരത്തെ ശുദ്ധമാക്കണം. മാഗി നൂഡിൽസ് പോലുള്ള വിഷപദാർത്ഥങ്ങൾ കഴിച്ചിട്ടുള്ള ശരീരം ക്യാൻസറിലേക്ക് വീഴുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. അതിനെ പഴിക്കേണ്ടത് സർക്കാരുകളെയാണ്, ഇതുണ്ടാക്കുന്ന ആർത്തി പിടിച്ച മൾട്ടിനാഷണൽ കമ്പനികളെയാണ്. ശരീരം ഇന്റർഫെറോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇന്റർഫെറോൺസ് ആണ് ക്യാൻസറിനെ ചെറുക്കാനുള്ള ശരീരത്തിന്റെ കൈമുതൽ. ഇന്റർഫെറോൺസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വൈറസുകൾ കോശങ്ങളിൽ കടക്കുമ്പോഴാണ് ഇന്റർഫെറോൺസ് ഉണ്ടാകുന്നതെന്ന് പ്രസ്കോട്ടിന്റെ മൈക്രോബയോളജി ടെക്സ്റ്റുകൾ പറയുന്നു. ഇന്റർനാഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ടെക്സ്റ്റാണ് പ്രസ്കോട്ടിന്റെ മൈക്രോബയോളജി ടെക്സ്റ്റ്. വൈറസുകൾ കോശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇന്റർഫെറോൺസ് ഉണ്ടാക്കുന്നത്. എപ്പോഴാണ് വൈറസുകൾ കോശങ്ങളിലേക്ക് കടക്കുന്നത്? അതിനെയാണ് നിങ്ങൾ വൈറൽ ഫീവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വൈറൽ ഫീവർ ഉണ്ടാകുമ്പോൾ, വൈറസുകൾ നിങ്ങൾക്ക് ജലദോഷം ഉണ്ടാക്കുമ്പോൾ, വാസ്തവത്തിൽ നിങ്ങളുടെ ശരീരം ക്യാൻസറിനെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഇന്റർഫെറോൺസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്ര പുസ്തകങ്ങളിലെ ഈ രഹസ്യങ്ങളെ പുറത്തു വരാത്ത രീതിയിൽ തമസ്കരിച്ചുകൊണ്ടാണ് ഇന്ന് ക്യാൻസർ ദൈവങ്ങൾ, ക്യാൻസർ ഭീകരന്മാർ മനുഷ്യരെ കരിക്കുകയും കുത്തിമുറിക്കുകയും കീമോ വിഷം കയറ്റുകയും ചെയ്തിട്ട് ക്യാൻസറിന് വാസ്തവത്തിൽ വേദനയില്ല. അഴീക്കോട് സാറിന്റെ ക്യാൻസറിന്, താടിയിൽ വന്ന ക്യാൻസറിന് വേദനയുണ്ടായിരുന്നില്ല. ആരും അറിയാതെ താടിയുടെ ഭാഗത്ത് വന്ന ആ ക്യാൻസർ എന്ന് പറയാവുന്ന പ്രശ്നവുമായി അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിപ്പോന്നു. ക്യാൻസർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അത് വായിച്ചു കഴിഞ്ഞ് അഴീക്കോട് സാറ് ഒരു ചികിത്സയ്ക്കും പോകില്ല എന്ന് തീരുമാനിച്ചു. അത് ബന്ധുക്കൾക്ക് അത്ര സ്വീകാര്യമായില്ല. എങ്ങനെയായാലും ആ സ്കാനിങ് റിപ്പോർട്ട് ഒന്ന് എറണാകുളത്തുള്ള ക്യാൻസർ ദൈവത്തെ കാണിക്കണം. ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അത് തീരുമാനമായി. ഞാനും കൂടെ പോയി. അങ്ങനെ ഇന്ന് കേരളത്തിലുള്ള ക്യാൻസർ ദൈവം അതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, പോകുന്നിടത്തോളം അങ്ങനെ പോട്ടെ, ഒന്നും ചെയ്യണ്ട. ഞാൻ ഞെട്ടി. എന്തുകൊണ്ടാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ക്യാൻസറിന് ഒന്നും ചെയ്യണ്ട എന്ന് അദ്ദേഹം വിധിച്ചത്? ഇന്നസെന്റിന് അങ്ങനെ അത്രത്തോളം ഒരു ഇന്നസെന്റായ ഉപദേശം അദ്ദേഹം കൊടുത്തില്ല. വേറെ ഇതിനേക്കാൾ പ്രായമുള്ള അപ്പൂപ്പന്മാരി എന്നാലും താടിയൊക്കെ പറിച്ചു വലിച്ചെടുത്ത് റേഡിയേഷൻ കൊടുത്ത് കീമോ വിഷം കയറ്റി വിടുന്ന ഈ ക്യാൻസർ ഭീകരൻ എന്തുകൊണ്ടാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടിന് ഒന്നും ചെയ്യണ്ട എന്നുള്ള ഉപദേശം തന്നത്? ആള് സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റിയാണെങ്കിൽ രക്ഷപ്പെടുമെങ്കിൽ മാത്രമേ തൊടുകയുള്ളൂ. വലിയ കുഴപ്പമില്ല എങ്കിൽ മാത്രമേ തൊടുകയുള്ളൂ. MI ഷാനവാസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന് ക്യാൻസർ ആണെന്ന് വിധിച്ച് ഈ ക്യാൻസർ ഭീകരൻ ഓപ്പറേഷൻ നിശ്ചയിച്ചു. അപ്പോൾ വളരെ ഉയർന്ന ബന്ധുക്കൾ, ഡോക്ടർമാരൊക്കെ ഉള്ളവര് ഇവിടെയല്ല ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മതി എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയും ക്യാൻസർ ആണെന്ന് വിധിച്ച് ഓപ്പറേഷൻ വെച്ച് ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ ആ ദിവസം രാവിലെ എറണാകുളം മെഡിക്കൽ കോളേജ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഒരു പത്തോളജിസ്റ്റ്, പുതിയൊരു പെൺകുട്ടി വാശി പിടിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ അവിടുത്തെ ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ സ്പെസിമെൻ വാങ്ങി ഒന്നും കൂടെ പരിശോധിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് ക്യാൻസർ അല്ല. വീണ്ടും പുതിയ പാത്തോളജിസ്റ്റുകൾ കൊണ്ട് പരിശോധിപ്പിച്ചപ്പോൾ അവരും പറഞ്ഞു ഇത് ക്യാൻസർ അല്ല.
ഇവിടത്തെ ക്യാൻസർ ഭീകരൻ ക്യാൻസറാണെന്ന് പറഞ്ഞ് കീറാൻ വെച്ചു. ബോംബെയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും കീറാൻ വിധിച്ചു. അപ്പോൾ ക്യാൻസർ ഓപ്പറേഷൻ അവിടെ നിർത്തിച്ച് ആളെയും കൊണ്ടുപോകുന്നു. MI ഷാനവാസ് രക്ഷപ്പെട്ട് നടക്കുകയാണ്. അതേസമയം ഇവിടെ കീറിയിരുന്നെങ്കിലോ റേഡിയേഷനും കീമോയും കഴിഞ്ഞിട്ട് പറയും, അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുത്ത് ഓരോ പുസ്തകമൊക്കെ എഴുതിയിട്ട്, ഇത് കണ്ടില്ലേ ഞങ്ങളുടെ ചികിത്സ കഴിഞ്ഞും ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, MI ഷാനവാസിനെ നോക്ക്. ഇന്നസെന്റിന്റെ ക്യാൻസർ ചികിത്സയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ സുജീവത്തിൽ എഴുതി, ഇന്നസെന്റിന് ക്യാൻസർ അല്ല. ആയിരുന്നെങ്കിൽ അദ്ദേഹം തൊടില്ലായിരുന്നു, ഈ ഡോക്ടർ തൊടില്ലായിരുന്നു. ഇനി കീമോ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ക്യാൻസർ ഉണ്ട്. കീമോ മരുന്നുകൾ ക്യാൻസർ ഉണ്ടാക്കും. റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കും. ക്യാൻസറിനേക്കാൾ ഭീകരമാണ് ഈ ചികിത്സ. ക്യാൻസറിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാതെ ആ ക്യാൻസറിന്റെ കാരണങ്ങളെ തുടരുന്നൊരവസ്ഥയിൽ ആ കാരണങ്ങളെ പരിഹരിക്കാതെ കണ്ണില്ലാത്തൊരു മനുഷ്യൻ മാവിലെറിയുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയാണെന്ന് ചികിത്സയുടെ പേരിൽ ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസറിൽ നിന്നും രക്ഷപ്പെട്ടിട്ട അനേകം ആളുകളുണ്ട് വേവിക്കാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട്. വേവിക്കാത്ത ഭക്ഷണം 1 കൊല്ലവും 1.5 കൊല്ലവും കഴിച്ചുകൊണ്ട് ക്യാൻസർ മാറിയ ആളുകളെ ഞാൻ നിരത്താം. ഞങ്ങൾ ഈ ക്യാൻസർ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ചികിത്സയിൽ ക്യാൻസർ മാറിയവരുടെ കണക്ക് വയ്ക്ക്. നിങ്ങളുടെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് 5 കൊല്ലത്തിലധികം ജീവിക്കുന്നവരുടെ കണക്കുകൾ പറ, ഇത്ര ശതമാനം എന്ന് പറ. 2 കൊല്ലം കഴിയുമ്പോ മാറിലെ ക്യാൻസറിന് ചെത്തിമുറിച്ച് റേഡിയേഷനും കീമോയും കഴിഞ്ഞ് 2 കൊല്ലത്തിനുള്ളിൽ ലങ്സിൽ ക്യാൻസർ വരുന്നു, ലിവറിൽ ക്യാൻസർ വരുന്നു, സെക്കൻഡറി ക്യാൻസർ എന്ന് മാത്രം അവർ പറയും. കീമോ ഇൻഡ്യൂസ്ഡ്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ക്യാൻസർ എന്നവർ പറയില്ല. ഇതെന്തൊരു ഭീകരതയാണ് ക്യാൻസർ തന്നെ ഉണ്ടാക്കുന്ന ക്യാൻസറിന്റെ ചികിത്സ. ബയോപ്സി ചെയ്യരുത്. ശരീരം മൂക്കസ് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ് വിഷാംശങ്ങളെ വല്ലയിടത്തും മാറ്റി പുറത്തേക്ക് തള്ളിവെക്കുന്നു. ആന്തരാവയവങ്ങൾക്ക് കുഴപ്പം വരാതിരിക്കാൻ, പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ. അതിനെ കുത്തിപ്പൊട്ടിച്ചു നോക്കുന്ന വിഡ്ഢിത്തമാണ് ക്യാൻസർ ചികിത്സയുടെ പേരിൽ ഇവിടെ പരിഷ്കൃതമായെന്ന് പറയുന്ന ആശുപത്രികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തുന്നതാണോ എന്നറിയണ്ടേ? കുത്തുന്ന കടന്നല്ലാണോ എന്നറിയണ്ടേ? അതിന് കൈയിട്ട് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപകടകാരിയാണോ ഈ മുഴയെന്നറിയാൻ അറിയാതെ ഉറക്കം വരില്ലേ? ശരീരം ഒരു കുഴപ്പവും ചെയ്യാതെ മാറ്റിയിട്ടിരിക്കുന്ന മുഴകളെ കുത്തിപ്പൊട്ടിച്ചു നോക്കുന്ന വിഡ്ഢികളെ കുറിച്ച്, നട്ടുവച്ചിരിക്കുന്ന ചെടികൾ ദിവസേന പൊക്കി വേര് മുളച്ചിട്ടുണ്ടോ നോക്കുന്ന പിള്ളേരുടെ വിഡ്ഢിത്തം പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്യാൻസർ ദൈവങ്ങളുടെ വിഡ്ഢിത്തമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. മണ്ണാർക്കാട് ഞാനിരിക്കുമ്പോൾ അവിടെ ഒരു വൈദ്യര് വന്നു, ഉല്ലാസ് വൈദ്യര്, പട്ടാമ്പിക്കടുത്ത് കൊപ്പത്ത് നിന്ന്. പരമ്പരാഗത വൈദ്യരാണ്, ചെറുപ്പക്കാരനാണ്. വല്ലാതെ താണ് തൊഴുത് ഇരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കണില്ല. ഞാൻ എണീറ്റ് ഇരിക്കാൻ പറഞ്ഞു വൈദ്യർ, ഇരിക്ക്. എന്തിനാ വൈദ്യർ എന്നോട് ഇത്ര മാത്രം ഒരു കാണിക്കുന്നത്? ഇരിക്കുക. അപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ 20 ക്യാൻസർ രോഗികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, 20 പേരും രക്ഷപ്പെട്ടു. അവരോടൊപ്പം ചികിത്സയിൽ ഇരിക്കുന്നിരുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇത് ഞങ്ങളുടെ പക്കൽ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വരുന്ന നിരവധി ക്യാൻസർ രോഗികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 1 കൊല്ലവും 1.5 കൊല്ലവും വേവിച്ചത് തൊടാതെയാണ്, തീ കണ്ടൊരു സാധനം തൊടാതെ രക്ഷപ്പെടുന്ന ക്യാൻസർ രോഗികൾ എത്രയോ